തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി കാണാതായ യുവതിയെ കണ്ടെത്തി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. കിളിമാനൂർ സ്വദേശി പാർവതിയെ കണ്ടെത്തിയത് തമ്പാനൂർ റെയിൽവേ പോലീസാണ്. യുവതിയെ കാണാതായ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 ഇമ്പാക്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ ഒരു കുറിപ്പെഴുതി വെച്ചാണ് ഇവർ പോയത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയം, ദുരൂഹത ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരെവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ് ഷഫീ? റിജിത്ത, തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള പാർവതി 29 വയസ്സുകാരിയായിരുന്നു ഈ കാണാതായത്. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വൈകുന്നേരമായിട്ടും തിരികെ എത്താതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയായിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ കുറിപ്പും മൊബൈൽ ഫോണും ടെലഗ്രാമിലെ ചാറ്റുകളിൽ നിന്ന് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെ വിവരമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അന്വേഷണം നടത്തുകയും കണ്ടെത്തുകയും ചെയ്ത ഇന്ന് രാത്രി 8:30 പ്രൈം ടൈം ബ്രേക്കിംഗിലാണ് നമ്മൾ ഈ പെൺകുട്ടിയെ കാണാതെ, യുവതിയെ കാണാതെയുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ ഇവരുടെ കുറിപ്പടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും ഇവരുടെ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാണ് തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം നമുക്ക് പോലീസ് കൈമാറുന്നത്. ഇതിൽ ഈ പാർവതിയുടെ ബന്ധുക്കൾ കിളിമാനൂരിൽ നിന്നും തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവരെത്തി നേരിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പോലീസിന്റെ